ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SIRന്റെ എനുമറേഷൻ ഫോം നിങ്ങളുടെ കയ്യിലൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഒരുപാട് പേർ അത് പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും. അത് പൂരിപ്പിക്കേണ്ട അവസാന ഡേറ്റ് ആയിട്ട് വരുന്നത് ഡിസംബർ 4. അപ്പോൾ SIR ഫോം എല്ലാവർക്കും കിട്ടി, അതുപോലെ എല്ലാവരും ഫില്ല് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ BLO ഓഫീസർക്ക് കൊടുക്കും, ഒന്ന് നമ്മുടെ കയ്യിൽ തന്നെ വെക്കും. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ, നിങ്ങളുടെ ഇതിന് മുമ്പ് നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ എന്താണോ നിങ്ങളുടെ പേരുണ്ടായിരുന്നത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതേ ഫോം ഉപയോഗിച്ച് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങളുടെ SIR ഫോമിന്റെ മുകളിൽ തന്നെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മളുടെ ഡീറ്റെയിൽസ് നമ്മൾക്ക് വളരെ സിമ്പിളായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്യൂമറേഷൻ ഫോമിലുള്ള നമ്മളുടെ സ്വന്തമായ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ആ എപിക് നമ്പർ തുടങ്ങുന്ന ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്നറിയാൻ നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ QR മോഡ് ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ചെക്ക് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ആദ്യമായി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ ECI നെറ്റ് എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യുക. ECI നെറ്റ്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഇന്റർഫേസ് നിങ്ങൾക്ക് മുകളിൽ തന്നെ കാണിക്കും. ഇലക്ഷൻ കമ്മീഷന്റെ ലോഗോ അടക്കമുള്ള ഒരു ആപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓപ്പൺ ആകുമ്പോൾ ഈ ലോഗോ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുക. ഞാൻ ഇത് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെയാണ് എനിക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ഈ ആപ്പിന്റെ അകത്തേക്കാണ് പോകുന്നത്. പ്രത്യേക പെർമിഷനോ കാര്യങ്ങളോ ഒന്നും നമ്മളോട് ചോദിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വോട്ടർ രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും, വോട്ടർ കാർഡ് കംപ്ലൈന്റ് ഉണ്ടാവും, അതുപോലെ ഡൗൺലോഡ് ഈ വോട്ടർ കാർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ BLO കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ. അത് ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഇപ്പോൾ വേണ്ടത് സെർച്ച് യുവർ നെയിം ഇൻ വോട്ടർ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ. ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വരുന്ന ഇന്റർഫേസ് നിങ്ങൾക്ക് 4 ഓപ്ഷൻ വരെ ഇവിടെ കാണാൻ പറ്റും. സെർച്ച് ബൈ വോട്ടർ ID എപ്പിക്, സെർച്ച് ബൈ ഡീറ്റെയിൽസ്, സെർച്ച് ബൈ മൊബൈൽ. ഇതിന്റെ അവസാനത്തെ ഓപ്ഷൻ കണ്ടോ, സെർച്ച് ബൈ ബാർ QR കോഡ് എന്നുള്ളത്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു മെസ്സേജ് വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം താഴെ കാണുന്ന സ്കാൻ ബാർകോഡ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ സ്കാനറിന്റെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. ഇതിനുശേഷം നിങ്ങളുടെ എനുമറേഷൻ ഫോമിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു QR കോഡ് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അവിടെ QR കോഡിൽ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ വരും. ഇവിടെ ആദ്യമായിട്ട് തന്നെ നമ്മുടെ എപ്പിക് നമ്പർ എന്താണോ ആ എപ്പിക് നമ്പർ ഇവിടെ കാണിക്കും. അതിനുശേഷം നിങ്ങളുടെ പേര് കാണിക്കും. അതിനുശേഷം നിങ്ങളുടെ മണ്ഡലം ഏതാണെന്ന് കാണിക്കും. അതിനുശേഷം നിങ്ങളുടെ ജില്ല ഏതാണെന്ന് കാണിക്കും. ഇതിനുശേഷം നിങ്ങളുടെ സംസ്ഥാനം ഏതാണ്. ഇതിനുശേഷം നിങ്ങളുടെ പാർട്ട് നമ്പർ. അതിനുശേഷം നിങ്ങൾ ഏത് വാർഡിലാണോ വോട്ട് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് സീരിയൽ നമ്പറും കാണാൻ വേണ്ടി പറ്റും. അവസാനമായി നിങ്ങൾ എപ്പോഴാണോ വോട്ടർ ID അപ്ഡേറ്റ് ചെയ്തത് ആ ഡേറ്റ് കൂടി നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ എന്യൂമറേഷൻ ഫോമിലെ വിവരങ്ങളും നിങ്ങളുടെ സൈറ്റിലെ വിവരങ്ങളും ഒന്നാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.